ഇന്ത്യ സഖ്യത്തിൽ നേതൃസ്ഥാനത്തിനായി സഖ്യകക്ഷികൾ തമ്മിലുള്ള തർക്കം രൂക്ഷം. തെരഞ്ഞെടുപ്പുകളിലെ തുടർച്ചയായ പരാജയത്തോടെ മുന്നണിയുടെ നേതൃസ്ഥാനത്ത് നിന്ന് രാഹുലിനെ മാറ്റണമെന്ന ആവശ്യം ശക്തമാവുകയാണ്. മമതാ ബാനർജി നേതൃത്വം ഏറ്റെടുക്കണമെന്ന ആവശ്യത്തെ പിന്തുണച്ച് RJD നേതാവ് ലാലു പ്രസാദ് യാദവ് രംഗത്ത് വരുന്നു. കോൺഗ്രസിൻ്റെ എതിർപ്പ് കാര്യമാക്കേണ്ടതില്ല എന്നാണ് ലാലുവിൻ്റെ നിലപാട്. വിവരങ്ങളുമായി ജിഷ്ണു കൃഷ്ണൻ തന്നെ തുടരുന്നു. ജിഷ്ണു, ഇന്ത്യ സഖ്യത്തിൽ നമ്മൾക്കറിയാം തുടക്കം മുതൽ തന്നെ അതിൻ്റെ നേതൃസ്ഥാനത്തെ ചൊല്ലി തർക്കം രൂക്ഷമാണ്. ഇപ്പോൾ തുടർച്ചയായി കോൺഗ്രസ് തെരഞ്ഞെടുപ്പുകളിൽ പരാജയപ്പെടുന്ന ഒരു സാഹചര്യം നിലനിൽക്കെ അതിൻ്റെ നേതൃസ്ഥാനത്ത് നിന്ന് രാഹുൽ മാറണം എന്നുള്ള ആവശ്യം ശക്തമാവുന്നു. മമതാ ബാനർജി, നമുക്കറിയാം ബംഗാൾ മുഖ്യമന്ത്രി, അതേപോലെ തന്നെ തൃണമൂൽ കോൺഗ്രസിൻ്റെ നേതാവ് കൂടിയായിട്ടുള്ള മമതാ ബാനർജി നേതൃസ്ഥാനത്തേക്ക് വരണം എന്ന് ഇന്ത്യ സഖ്യത്തിലെ പ്രധാന കക്ഷിയായ ലാലു പ്രസാദ് യാദവ് ആവശ്യപ്പെടുകയും ചെയ്യുന്നു. RJDയുടെ ആവശ്യം ശക്തവുമാണ്. കൂടുതൽ വിവരങ്ങൾ ജിഷ്ണു. വിനോദ്, ഇന്ത്യ മുന്നണിക്കുള്ളിൽ നേതൃസ്ഥാനം സംബന്ധിച്ചും അധികാര കസേര സംബന്ധിച്ചുമുള്ള തർക്കം ആ മുന്നണി രൂപീകരിച്ച സമയം മുതൽ തന്നെ തുടങ്ങിയിട്ടുള്ളതാണ്. പിറകോട്ട് പരിശോധിക്കുമ്പോൾ 2024 ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഏതെങ്കിലും തരത്തിൽ അധികാരം ലഭിക്കുമോ എന്നുള്ള പരീക്ഷണത്തിന്റെ ഭാഗമായിട്ടായിരുന്നു കോൺഗ്രസും തൃണമൂൽ കോൺഗ്രസും സമാജ്വാദി പാർട്ടിയും RJDയും ശിവസേന ഉദ്ധവ് വിഭാഗവും NCPയും എല്ലാം ചേർന്നുകൊണ്ട് ഇത്തരത്തിലൊരു മുന്നണി രൂപീകരിച്ചത്. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ അധികാരം ലഭിച്ചില്ല എന്ന് മാത്രമല്ല, കോൺഗ്രസ് ഉൾപ്പെടെയുള്ള പാർട്ടികൾക്ക് വേണ്ടത്ര മുൻപോട്ട് വരാൻ സാധിച്ചില്ല എന്ന വലിയ വിമർശനം ഈ മുന്നണിക്കുള്ളിൽ തന്നെ ഉണ്ടായിരുന്നു. കൂടാതെ അതിനുശേഷം നടന്നിട്ടുള്ള നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ ഛത്തീസ്ഗഡും കൂടാതെ ഏറ്റവും ഒടുവിൽ നടന്നിട്ടുള്ള മഹാരാഷ്ട്ര, ഹരിയാന, ജമ്മു കാശ്മീർ തെരഞ്ഞെടുപ്പുകളെല്ലാം തന്നെ പരിശോധിക്കുമ്പോൾ ആ തെരഞ്ഞെടുപ്പുകളിൽ ഒന്നും തന്നെ കാര്യമായ മുൻപോട്ട് വരാൻ കോൺഗ്രസിന് സാധിക്കാത്തത് മുന്നണിക്കുള്ളിൽ ഇതിനോടകം തന്നെ രൂക്ഷമായ വിമർശനങ്ങൾക്കും കോൺഗ്രസിനെതിരെ നേതാക്കളുടെ ഒളിയമ്പുകളും നേരത്തെ തന്നെ ഉണ്ടായിരുന്നു. ഇപ്പോൾ അത് പരസ്യമായി പുറത്തു വന്നിരിക്കുകയാണ്. നേരത്തെ ഈ ചർച്ചകൾ, ഇപ്പോൾ ചൂടുപിടിക്കുന്ന ചർച്ചകൾക്ക് തുടക്കം കുറിച്ചത് മമതാ ബാനർജി തന്നെയാണ്. ബംഗാൾ മുഖ്യമന്ത്രിയും തൃണമൂൽ നേതാവുമായിട്ടുള്ള മമതാ ബാനർജി വ്യക്തമാക്കിയത് ഇന്ത്യ മുന്നണിയുടെ നേതൃസ്ഥാനം ഏറ്റെടുക്കാൻ തയ്യാറാണ് എന്ന പ്രസ്താവന മമത നടത്തിയിരുന്നു. അതിന് പിറകെയാണ് മമതയെ പിന്തുണച്ചുകൊണ്ടും ഇന്ത്യ മുന്നണിയിൽ നേതൃമാറ്റം അനിവാര്യമാണ് എന്ന പ്രസ്താവന ബീഹാറിൽ നിന്ന് RJD നേതാവ് ലാലു പ്രസാദ് യാദവ് ഉയർത്തിയതൊപ്പം മുംബൈയിൽ നിന്ന് ശരത് പവാറും ആ ആവശ്യത്തെ പിന്തുണയ്ക്കുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. അതായത് ഇന്ത്യ മുന്നണിയുടെ നേതൃസ്ഥാനത്ത് നിന്നും കോൺഗ്രസ് തഴയപ്പെടുന്നു, അല്ലെങ്കിൽ രാഹുൽ ഉൾപ്പെടെയുള്ള നേതാക്കൾക്ക് ഇന്ത്യ മുന്നണിയുടെ നേതൃസ്ഥാനം നഷ്ടപ്പെടുമെന്നുള്ള സൂചനകളാണ് ലഭ്യമാകുന്നത്. കാരണം ഏറ്റവും ഒടുവിലെ മഹാരാഷ്ട്ര നിയമസഭാ തെരഞ്ഞെടുപ്പ് പരിശോധിക്കുമ്പോഴും അവിടെ മുൻപോട്ട് വരാൻ സാധിച്ചില്ല എന്ന് മാത്രമല്ല, ദയനീയ പരാജയമായിരുന്നു 288 അംഗ നിയമസഭയിൽ കോൺഗ്രസ് നേടിയത്. ഒപ്പം ശരത് പവാറും ശിവസേന ഉദ്ധവ് വിഭാഗവും അവിടെ തകർന്നടിയുന്ന കാഴ്ചയുണ്ട്. അത്തരത്തിൽ തകർച്ചയിൽ നിന്ന് തകർച്ചയിലേക്ക് ഇന്ത്യ മുന്നണി പോകുമ്പോഴാണ് നേതൃമാറ്റം എന്ന ആവശ്യം സഖ്യകക്ഷികൾ ഉയർത്തുന്നത്. അതിൽ കോൺഗ്രസിന്റെ അതൃപ്തി കാര്യമാക്കേണ്ടതില്ല എന്നും തൃണമൂൽ കോൺഗ്രസ് അല്ലെങ്കിൽ ഇന്ത്യ സഖ്യത്തിലാണ് നേതൃസ്ഥാനത്തെ ചൊല്ലി തർക്കം ഉടലെടുക്കുന്നത്. രാഹുൽ മാറി മമതാ ബാനർജി നേതൃസ്ഥാനത്തേക്ക് വരണം എന്നുള്ള നിലയിൽ RJD നേതാവ് ലാലു പ്രസാദ് അടക്കം അഭിപ്രായങ്ങൾ മുന്നോട്ട് വെക്കുകയാണ്. വിവരങ്ങൾ നൽകുകയായിരുന്നു ജിഷ്ണു കൃഷ്ണൻ.